ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. BSc നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ ഫസ്റ്റ് ഇയറിൽ വരുന്ന ഒരു സബ്ജക്റ്റാണ് അനാട്ടമി. ഒട്ടുമിക്ക കുട്ടികൾക്കും ഭയങ്കര ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇത്. പല കുട്ടികളും എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു അനാട്ടമിയുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് എസ്സേയും ഷോർട്ട് നോട്ടൊക്കെ വരുമ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെ ഹെഡിങ്സിൻ്റെ അണ്ടറിലാണ് നമ്മൾ ആൻസർ പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സെമസ്റ്റർ സിസ്റ്റം ആയതുകൊണ്ട് അനാട്ടമി ആൻഡ് ഫിസിയോളജി ഫസ്റ്റ് സെമസ്റ്ററിലാണ് എക്സാം വരിക. ടോട്ടൽ 75 മാർക്കിലായിരിക്കും നിങ്ങൾക്ക് എക്സാം. രണ്ടിനും കൂടി 3 മണിക്കൂറാണ് നിങ്ങൾക്ക് എക്സാമിൻ്റെ ടൈം വരുന്നത്. അപ്പോൾ എന്തൊക്കെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരുന്നത്, അതിന് ഓരോന്നിനും എത്രയൊക്കെ മാർക്കാണ്, അതായത് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ട് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് പേപ്പറിൽ ആൻസേഴ്സ് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടും ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അത് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എസ്സേ ആൻഡ്, നമുക്കറിയാം അനാട്ടമിയിൽ മെയിനായിട്ടും വരുന്ന 2 ക്വസ്റ്റ്യനാണ് എസ്സേ ആൻഡ് ഷോർട്ട് നോട്ട്. അപ്പോൾ എസ്സേയും ഷോർട്ട് നോട്ടും എങ്ങനെയാണ് ആൻസേഴ്സ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഹെഡിങ്സിൻ്റെ അണ്ടറിലാണ് ആൻസർ എഴുതേണ്ടത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എസ്സേ 10 മാർക്കിൻ്റെ ഒരു എസ്സേയും 5 മാർക്കിൻ്റെ 3 ഷോർട്ട് നോട്ടുമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഉദാഹരണത്തിന് ഒരു ഓർഗൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് എസ്സേ ആയിട്ട് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ എന്തൊക്കെ ഹെഡിങ്സ് ആണ് അതിന് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാലും മെയിനായിട്ട് ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് ഒരു ഇൻട്രഡക്ഷൻ അല്ലെങ്കിൽ ഡെഫിനിഷനാണ്. അപ്പോൾ നമുക്ക് ഇൻട്രഡക്ഷൻ്റെ അകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്താമെന്ന് നോക്കാം. ഇൻട്രഡക്ഷൻ്റെ അകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലൊക്കേഷൻ, ഷേപ്പ്, കളറ്, മെഷർമെൻറ്റ്സ്, സൈസ്, വെയിറ്റ് ഒക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇൻട്രഡക്ഷൻ എഴുതാം. ഇല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഹെഡിങ്സ് ആയിട്ട് നിങ്ങൾക്ക് ലൊക്കേഷനും ഷേപ്പൊക്കെ എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഇൻട്രഡക്ഷൻ അല്ലെങ്കിൽ ഡെഫിനിഷൻ എഴുതുക. ദെൻ നെക്സ്റ്റ് അതിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, ഇൻറ്റേർണൽ ഫീച്ചേഴ്സ്, റിലേഷൻസ്, ലിഗമെൻറ്റ്സ്, ആർട്ടീരിയൽ സപ്ലൈ, വീനസ് ഡ്രെയിനേജ്, ലിംഫാറ്റിക് ഡ്രെയിനേജ്, നെയർ സപ്ലൈ ആൻഡ് അപ്ലൈഡ് അനാട്ടമി. അപ്പോൾ ഇത്രയും ഹെഡിങ്സ് നിങ്ങൾ ഒരു എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പോൾ ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്കോർ നേടാനായിട്ട് സാധിക്കും. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഒരു ഓർഗൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അതിൻ്റെ ഇൻട്രഡക്ഷൻ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇൻട്രഡക്ഷൻ്റെ അകത്ത് അതിൻ്റെ സ്ട്രക്ചർ ആൻഡ് സിസ്റ്റം ഉൾപ്പെടുത്താം. അതിൻ്റെ ഷേപ്പ് എന്താണ്, അതിൻ്റെ ലൊക്കേഷൻ, അത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇൻട്രഡക്ഷൻ്റെ അകത്ത് ഉൾപ്പെടുത്തുക. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 2-3 പോയിൻറ്റ്സ് ആയിട്ട് എഴുതാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പാരഗ്രാഫായിട്ട് എഴുതിയാലും കുഴപ്പമില്ല. ദെൻ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ എഴുതുമ്പോൾ നിർബന്ധമായിട്ടും പോയിൻ്റ് വൈസ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഹെഡിങ്സ് എഴുതി അണ്ടർലൈൻ ചെയ്തിരിക്കണം. പോയിൻറ്റ്സിന് ഓരോന്നിനും സിമ്പിൾസ് കൊടുത്തിരിക്കണം. അതായത് 1, 2, 3 നമ്പർ ഇട്ടോ അല്ലെങ്കിൽ ഡോട്ടോ ആരോ മാർക്കോ സ്റ്റാറോ അങ്ങനെ എന്തെങ്കിലും സിമ്പിൾസ് ഇട്ട് വേണം നിങ്ങൾ പോയിൻറ്റ്സ് എഴുതാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: നെയിം ദ ഡിഫറെൻറ്റ് പാർട്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം, ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് സ്റ്റൊമക്ക്. ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഓരോന്നിനും എത്രയൊക്കെ മാർക്സാണ് ഡിവൈഡ് ചെയ്ത് തന്നിരിക്കുന്നത് എന്ന്. അതായത് നെയിം ദ ഡിഫറെൻറ്റ് പാർട്സ് എഴുതുന്നതിന് 2 or 3 മാർക്കായിരിക്കും. ദെൻ അടുത്തത് ഫങ്ഷൻസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം എഴുതുന്നതിന് 2 മാർക്കായിരിക്കും. ദെൻ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റൊമക്കിനെ പറ്റി എഴുതുന്നതിന് ഇത്ര മാർക്കായിരിക്കും. അപ്പോൾ അങ്ങനെ മാർക്സ് നമുക്ക് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാത്രം നിങ്ങൾക്ക് 10 മാർക്കിൻ്റെ ടോട്ടൽ 10 മാർക്കെന്നും പറഞ്ഞായിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ മാർക്ക് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് മാത്രം നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. നെയിം ദ ഡിഫറെൻറ്റ് പാർട്സ് എന്ന് ചോദിച്ചാൽ 2 മാർക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ആ പാർട്സ് മാത്രം ജസ്റ്റ് ലിസ്റ്റ് ഡൗൺ ചെയ്താൽ മതി. അപ്പോൾ എത്ര മാർക്കിൻ്റെ അനുസരിച്ചാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യണം. എന്നിട്ട് അതനുസരിച്ച് വേണം നിങ്ങൾ ആൻസർ പ്രസൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ഒരു ഇൻട്രഡക്ഷനാണ് എഴുതേണ്ടത്. അപ്പോൾ ഇൻട്രഡക്ഷൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്താണ് എന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. അതൊരു ഇൻട്രഡക്ഷനായിട്ട് നിങ്ങൾക്ക് എഴുതാം. ദെൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നെയിം ദ പാർട്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഹെഡിങ് എഴുതുക പാർട്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന്. ദെൻ ജസ്റ്റ് ലിസ്റ്റ് ഡൗൺ ചെയ്യുക. കാരണം നമ്മളോട് നെയിം ദ പാർട്ട് 2 മാർക്കിൻ്റെ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ലിസ്റ്റ് ഡൗൺ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, എന്ത് ഹെഡിങ്സ് എഴുതി കഴിഞ്ഞാലും അതിന് നിങ്ങൾ നിർബന്ധമായിട്ടും അണ്ടർലൈൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അട്രാക്റ്റീവായ രീതിയിൽ നിങ്ങൾ ഹെഡിങ്സ് ഹൈലൈറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ അനാട്ടമി ഫിസിയോളജി സബ്ജക്റ്റിനൊക്കെ ആൻസേഴ്സ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ പോയിൻ്റ് വൈസ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. കാരണം
പാരഗ്രാഫായിട്ട് നിങ്ങൾ എഴുതി വെച്ചാൽ അത് ഫുള്ള് വായിച്ച് നോക്കുകയാണെന്നും ടീച്ചേഴ്സ് നിൽക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പോയിൻ്റ് വൈസ് എഴുതുക. പോയിൻ്റ് എഴുതുമ്പോൾ ഓരോ പോയിൻറ്റ്സിനും എന്തെങ്കിലും സിമ്പിൾസ് നിങ്ങൾ കൊടുക്കുക. അതായത് 1 2 3 നമ്പർ ഇട്ടോ അല്ലെങ്കിൽ ഡോട്ടോ ആരോ മാർക്കോ സ്റ്റാറോ അങ്ങനെ എന്തെങ്കിലും സിമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പോയിൻറ്റ്സ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സാമിന് ആൻസർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫങ്ഷൻസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. അപ്പോൾ നിങ്ങൾ പാർട്സ് എഴുതി കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക ഫങ്ഷൻസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന്. അതിനുശേഷം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 or 6 ഫങ്ഷൻസ് പോയിൻറ്റ്സ് ആയിട്ട് എഴുതുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫങ്ഷൻസ് എഴുതുന്നതിന് എത്ര മാർക്കാണ് നിങ്ങൾക്ക് അവിടെ തന്നിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. 5 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം നിങ്ങൾ നേരത്തെ പഠിച്ചിരിക്കണം. അപ്പോൾ 2 മാർക്കിൻ്റെയൊക്കെ ചോദിച്ചേക്കുന്നതെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ആൻസർ എഴുതിയാൽ മതിയാകും. ഇനി നമ്മളോട് നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ എബൌട്ട് സ്റ്റൊമക്ക് എന്നാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അകത്ത് മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫങ്ഷൻസ് എഴുതി കഴിഞ്ഞതിന് ശേഷം സ്റ്റൊമക്ക് എന്ന ഹെഡിങ് കൊടുക്കുക, അണ്ടർലൈൻ ചെയ്യുക, ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുക. അപ്പോൾ ഇൻട്രഡക്ഷൻ്റെ അകത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് സ്ട്രക്ചർ ആൻഡ് സിസ്റ്റം ഉൾപ്പെടുത്താം. ഷേപ്പ് എന്താണ്, അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻട്രഡക്ഷൻ്റെ അകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ഇൻട്രഡക്ഷൻ എഴുതാനായിട്ട് സാധിക്കും. ഇൻട്രഡക്ഷൻ എഴുതുമ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ പാരഗ്രാഫായിട്ട് എഴുതാം, പക്ഷേ പോയിൻ്റായിട്ട് എഴുതുന്നതാണ് നല്ലത്. ഞാൻ ഈ പറഞ്ഞ ഹെഡിങ് വൈസ് നിങ്ങൾക്ക് പോയിൻ്റായിട്ട് ഓരോ ഇൻട്രഡക്ഷൻ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ പോയിൻ്റ് വൈസ് നിങ്ങൾ ഇൻട്രഡക്ഷൻ ആണെങ്കിലും പോയിൻ്റ് വൈസ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇൻട്രഡക്ഷൻ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് സ്റ്റൊമക്കിൻ്റെ ഒരു ഡയഗ്രാം വരയ്ക്കുക, ലേബൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നേരത്തെ ഈ ഡയഗ്രാംസ് വരച്ച് പഠിച്ചിട്ടുണ്ടാകണം. അത്യാവശ്യം വലുതായിട്ട് തന്നെ നിങ്ങൾ ഡയഗ്രാം വരയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പാർട്സ് മാർക്ക് ചെയ്യുമ്പോൾ ഒരേ രീതിയിൽ ഒരേ സൈഡിലേക്ക് തന്നെ വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ തോന്നി നിങ്ങൾക്ക് മാർക്ക് നൽകാനായിട്ട് തോന്നും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പാർട്സൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എസ്സേ ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ഡയഗ്രാംസ് വരച്ചോളുക. മിനിമം ഒരു 3 ഡയഗ്രാമെങ്കിലും നിങ്ങൾ വരച്ച് ലേബിൾ ചെയ്തിരിക്കണം. ഡയഗ്രാം വരച്ച് ലേബിൾ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നിങ്ങളൊരു ഹെഡിങ് കൊടുക്കുക, പാർട്സ് ഓഫ് സ്റ്റൊമക്ക്. ഓൾറെഡി നിങ്ങൾ ഡയഗ്രാം വരച്ച് പാർട്സൊക്കെ ലേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ആ പാർട്സൊക്കെ ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യുക. നമ്പർ ഇട്ടോ ഡോട്ട്സോ അങ്ങനെ എന്തെങ്കിലും സിമ്പിൾസ് കൊടുത്ത് നിങ്ങൾ ആ വരച്ച് വെച്ചിരിക്കുന്ന ആ മാർക്ക് ചെയ്തിരിക്കുന്ന പാർട്സ് ഒന്ന് ജസ്റ്റ് ലിസ്റ്റ് ഡൗൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്ന ഓരോ പാർട്സും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് ഓരോ പാർട്സിൻ്റെ പേരെഴുതി അണ്ടർലൈൻ ചെയ്യുക. അതിനുശേഷം അത് എവിടെയാണ് കാണപ്പെടുന്നത്, അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ് എന്നൊക്കെ പറഞ്ഞ ഒരു 2-3 പോയിൻറ്റ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ദെൻ നിങ്ങൾ നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക, റിലേഷൻസ് ഓഫ് സ്റ്റൊമക്ക്. ഹെഡിങ് എഴുതി അണ്ടർലൈൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഓരോ റിലേഷൻസും എഴുതുക. അതായത് സ്റ്റൊമക്കിന് മറ്റുള്ള ഓർഗൻസുമായിട്ടുള്ള റിലേഷൻ എന്താണ്, ആൻറ്റീരിയർ റിലേഷൻ, പോസ്റ്റീരിയർ, ലാറ്ററൽ, ഇൻഫീരിയർ, അങ്ങനെ ഓരോന്ന് റിലേഷൻസ് എഴുതുക. അപ്പോൾ റിലേഷൻസ് എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക, ലെയേഴ്സ് ഓഫ് സ്റ്റൊമക്ക്. ഓരോ ലെയേഴ്സും നമ്പർ ഇട്ട് നിങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്ന ഓരോ ലെയേഴ്സിൻ്റെയും ഫങ്ഷൻസും അതെവിടെയാണ് കാണപ്പെടുന്നത് എന്ന് 1-2 പോയിൻറ്റിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ദെൻ നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക, ബ്ലഡ് സപ്ലൈ. അതേതാണെന്ന് എഴുതുക. വീനസ് ഡ്രെയിനേജ്, ലിംഫാറ്റിക് ഡ്രെയിനേജ്, നെർവ് സപ്ലൈ. അപ്പോൾ ഇത്രയും ഹെഡിങ്സിൻ്റെ അടിയിൽ നിങ്ങൾ ഓരോ സപ്ലൈയും എഴുതുക. അതിനുശേഷം ലാസ്റ്റ് നിങ്ങൾ അപ്ലൈഡ് അനാട്ടമി എന്ന് ഹെഡിങ് കൊടുത്ത് അണ്ടർലൈൻ ചെയ്തതിന് ശേഷം അപ്ലൈഡ് അനാട്ടമി എഴുതുക. അപ്പോൾ ഇത്രയും ഹെഡിങ്സിൻ്റെ അണ്ടറിലായിരിക്കണം നിങ്ങളോടൊരു എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. അപ്പോൾ ഒരു ഓർഗൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഹെഡിങ്സ് എഴുതി നിങ്ങൾ ആൻസേഴ്സ് പ്രസൻറ്റ് ചെയ്യുക. ഇനി നിങ്ങളോടൊരു ബോൺ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്തൊക്കെ ഹെഡിങ്സ് ആണ് വരേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇൻട്രഡക്ഷൻ അല്ലെങ്കിൽ ഡെഫിനിഷനും എഴുതുക. ദെൻ നിങ്ങൾ മസ്റ്റായിട്ടും ഡയഗ്രാം വരച്ച് ലേബൽ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഹെഡിങ് നിങ്ങൾ കൊടുക്കുക, ഒറിജിൻ, ദെൻ ഓസിഫിക്കേഷൻ, സൈഡ് ഡിറ്റർമിനേഷൻ, അനാട്ടമിക്കൽ പൊസിഷൻസ്, അറ്റാച്ച്മെൻറ്റ്, ബ്ലഡ് സപ്ലൈ, നെർവ് സപ്ലൈ, അപ്ലൈഡ് അനാട്ടമി. അപ്പോൾ ഇത്രയും ഹെഡിങ്സിൻ്റെ അണ്ടറിലായിരിക്കണം നിങ്ങൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഒരു ജോയിൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ അതിനെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. എന്തൊക്കെ ഹെഡിങ്സിൻ്റെ അണ്ടറിലാണ് ആൻസർ പ്രിപ്പയർ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതിനുശേഷം നിർബന്ധമായിട്ട് നിങ്ങൾ ഡയഗ്രാം വരച്ച് ലേബിൾ ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഹെഡിങ് ടൈപ്സ് കൊടുക്കുക. ദെൻ ആർട്ടിക്കുലർ സർഫസസ്, റിലേഷൻസ് എന്തൊക്കെയാണ്, ദെൻ ലിഗമെൻറ്റ്സ്, ബ്ലഡ് സപ്ലൈ, നെർവ് സപ്ലൈ, അതിൻ്റെ ഫങ്ഷൻസ് വേണമെങ്കിൽ എഴുതുക. ദെൻ അപ്ലൈഡ് അനാട്ടമി. അപ്പോൾ ഇത്രയും ഹെഡിങ്സിൻ്റെ അണ്ടറിലായിരിക്കണം നിങ്ങൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനായിട്ട്.
അപ്പോൾ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ഹെഡിങ്സിൻ്റെ അണ്ടറിൽ വേണം നിങ്ങൾ ആൻസർ പ്രസൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല സ്കോർ നേടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹെഡിങ്സ് എഴുതി കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ മിനിമം ഒരു 3 ഡയഗ്രാമെങ്കിലും നിങ്ങൾ വരച്ച് ലേബൽ ചെയ്തിരിക്കണം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ആൻസർ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഷോർട്ട് നോട്ട്. 5 മാർക്കിൻ്റെ 3 ഷോർട്ട് നോട്ടായിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ ഒരു ഷോർട്ട് നോട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഹെഡിങ്സ് ആണ് വേണ്ടത്, ഏത് രീതിയിലാണ് ആൻസർ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 2 പേജെങ്കിലും നിങ്ങൾ 5 മാർക്ക് ക്വസ്റ്റ്യന് ആൻസർ എഴുതിയിരിക്കണം, ഇൻക്ലൂഡിങ് ഡയഗ്രാം. ഇനി നമുക്കൊരു ഉദാഹരണം നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യനാണ് തൈറോയ്ഡ് ഗ്ലാൻഡിനെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡിനെ പറ്റി നിങ്ങളോട് ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു ഇൻട്രഡക്ഷൻ അല്ലെങ്കിൽ ഡെഫിനിഷൻ കൊടുക്കുക. ഇൻട്രഡക്ഷൻ്റെ അകത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രക്ചർ ആൻഡ് സിസ്റ്റം ഉൾപ്പെടുത്താം. അതിൻ്റെ ഷേപ്പ് എന്താണ്, അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, വെയിറ്റ്, ലെങ്ത്ത്, ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കൊരു ഇൻട്രഡക്ഷൻ കൊടുക്കാം. നെക്സ്റ്റ് നിങ്ങളതിൻ്റെ സ്ട്രക്ചർ ഡയഗ്രാം വരയ്ക്കുക. ഡയഗ്രാം വരച്ച് നിർബന്ധമായിട്ടും അത് ലേബിൾ ചെയ്തിരിക്കണം. ദെൻ തൈറോയ്ഡ് ഗ്ലാൻഡിനെ കുറിച്ചാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നെക്സ്റ്റ് ഹെഡിങ് നിങ്ങൾക്ക് ഹോർമോൺസ് എന്ന് കൊടുക്കാം. ഏതൊക്കെ ഹോർമോൺസാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ലിസ്റ്റ് ഡൗൺ ചെയ്യുക. നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക അനാറ്റമിക്കൽ റിലേഷൻസ്. നിങ്ങൾ ഹെഡിങ് കൊടുത്ത് അണ്ടർലൈൻ ചെയ്തിരിക്കണം. ഏതൊക്കെ റിലേഷൻസ് ആണ്, ആൻറ്റീരിയർ, മീഡിയൽ, ലാറ്ററൽ എന്ന് ഏതൊക്കെ റിലേഷൻസ് ആണെന്നുള്ള കാര്യം എഴുതുക. നെക്സ്റ്റ് ഹെഡിങ് ബ്ലഡ് സപ്ലൈ, ദെൻ വീനസ് ഡ്രെയിനേജ്, ലിംഫാറ്റിക് ഡ്രെയിനേജ്, നെർവ് സപ്ലൈ. ഈ ഹെഡിങ്സിൻ്റെ അണ്ടറിലായിരിക്കണം ഒരു ഷോർട്ട് നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ പ്രസൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക്